സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ശാലയത്തൊരു വയസ്സായ പാപ്പുണ്ട്. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂട് പറവച്ച. അവരെന്നോട് പറഞ്ഞു, ഒരു ചെറിയ കല്യാണം നടന്നു. സിഎം വലിയുള്ളാഹിയെ അവർ ക്ഷണിച്ചു. സിഎം വലിയുള്ളാഹി ആളുകളെയും കൂട്ടി 100 കണക്കിന് ആളെ കൂട്ടിയാണ്ട് കല്യാണത്തിന്. 5-10 ആളുകളുടെ ഭക്ഷണേ അവിടെ ഉള്ളൂ. അവരാകെ പേടിച്ച് ഇവർക്ക് കൊടുക്കാനൊന്നും ഇവിടെ ഭക്ഷണമില്ല. ആണുങ്ങളായാലേ അല്പ സ്വല്പം നാണോ മാനൊക്കെ വേണം. ഓരോരുത്തന്മാര് വയറ് വാടകയ്ക്ക് തോന്നിരിക്കുക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും വിട്ടോ. സിഎം വലിയുള്ളാഹി പറഞ്ഞു, ബേജാറാണ്ട, ആ ഭക്ഷണത്തിന്റെ പാത്രം ഇവിടെ കൊണ്ടുവരിക. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. മുന്നിൽ അവിടെ കൊടുന്നെച്ചു. വിളമ്പാൻ പറഞ്ഞു. എല്ലാവർക്കും വിളമ്പി. എല്ലാവരും ഭക്ഷിച്ചു. ഭക്ഷണം അതിൽ തന്നെയുണ്ട്. മുസ്ലിങ്ങളിൽപ്പെട്ട 1-2 ആളുകൾ തീരുമാനിച്ചു സിഎമ്മിനെ വഞ്ചിക്കാൻ. സിഎം വലിയുള്ളാഹി ഇവിടെ കഴുത്തിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് അവര് ഒരു വിജന സ്ഥലത്തേക്ക് 2 പേരും കൂടെ സിഎമ്മുമായിട്ട് പോവുകയാണ്. വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മല എന്നുള്ള ടീം. ഓടാൻ പറ്റുമോ? അങ്ങനെ ഒരു പുഴന്റെ അടുത്താണ് ഇവർ രണ്ടാളും ഉദ്ദേശം. പുഴന്റെ അരികിലെത്തി ആ 2 പേരും കൂടെ സിഎമ്മിനെ പുഴയിലേക്ക് ഉന്തുക, കൊല്ലുക എന്നാണ്. അങ്ങനെ പുഴന്റെ അടുത്തെത്തിയപ്പോ തോളിൽ കൈവച്ച ആള് സിഎം വലിയുള്ളാന്റെ കഴുത്ത് പിടിച്ചു. ഉടനെ തന്നെ സിഎം വലിയുള്ള, എങ്കിൽ എന്നെ കൊല്ലാനാണെങ്കിൽ എങ്കിൽ ഒരു ഇടി എന്ന് പറഞ്ഞു. അതിൽ വാനലോകത്തുനിന്ന് ഒരു വലിയ ഇടി വന്നു. അയാളെ തെറിപ്പിച്ച് കളഞ്ഞു. അവിടെ കിടന്ന് അയാൾ മരിച്ചു. മറ്റയാൾ ഓടിക്കളഞ്ഞു. അങ്ങനെ 1/2 മണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. കാർമേഘം കാരണത്താൽ അനൗൺസ് വന്ന് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റൂല. മറ്റേ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് വണ്ടി വിളിച്ചെത്തുമ്പോഴേക്കും ടൈം കഴിയും. അപ്പൊ ആകെ ബേജാറിലാണ് അയാളുള്ളത്. അയാൾ സിഎമ്മിന് ഫാത്തി ഓതാൻ തുടങ്ങി. കോയലേരെ ആളാണ് അയാൾ. കോയലേർക്കും സിഎമ്മിന് ഫാത്തി ഓതി സിഎം വലിയുള്ള എങ്ങനെങ്കിലും ഇവിടെ തന്നെ ഇറക്കി തരണം. അതിലൂടെ കൊണ്ട് കെട്ടിയ പണ്ടാവും ഇവിടെ വരെ വന്നിട്ട് അവ പിടിച്ചു പോയി. ഒരു 10 മിനിറ്റ് ആയപ്പോ ഞാൻ ഇങ്ങനെ അറിയാതെ അങ്ങ് മാളിപ്പോയി. അപ്പോ പ്ലേറ്റിന്റെ മുൻഭാഗം സിഎം വലിയുള്ള കുടിച്ചിരിക്കുന്നു. അല്ല ഇതിനപ്പറാടി കടന്നവനാണ് ഉണർന്ന് നോക്കുമ്പോ അനൗൺസ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്, ഇവിടെ തന്നെ ഇറങ്ങാണ്. അങ്ങനെ കരിപ്പൂര് കൊടുന്ന് ഇറക്കി. ഈ പണ്ടാറ ഇറക്കുമ്പോഴാണ് ഭയങ്കര ബുദ്ധിമുട്ട്. പിടിച്ചാൽ കിട്ടൂല. അങ്ങനെ ഇയാളിനോട് തന്നെ 1 മണിക്കൂർ മുന്നേ നമ്മൾ എത്തിക്കിട്ടായിരുന്നു. ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ വണ്ടി ഒരു ബ്ലോക്കിൽ പെട്ടു. ആ മുമ്പത്തെ വണ്ടിയിൽ നിന്ന് പെരും കരച്ചിൽ കേൾക്കും. സിഎം വലുത് എവിടെ നിന്നാ കരയുന്നത്? അപ്പോ ആരോ പോയി നോക്കിയിട്ട് വന്നിട്ട് പറഞ്ഞു, ആ വണ്ടിയിൽ ഒരു മയ്യത്തുണ്ട്. ആ മയ്യത്തിന്റെ ഉപ്പയാണ് കരയുന്നത്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അപ്പൊ എന്താ സംഭവം? അയാളുടെ മകൻ തലകീഴായി വീണുപോയി. അങ്ങനെ കഴുത്ത് പൊട്ടി, കഴുത്തിന്റെ എല്ല് പൊട്ടി മരിച്ചുപോയി. ആ മയ്യത്ത് കൊണ്ടുപോകുന്ന വണ്ടിയിലാണ് അയാൾ ഇന്ന് കരയുന്നത്. ഇതൊക്കെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമാണ് വളിയാ. ഞാൻ നിന്റെ കൂടെ. അപ്പൊ സിഎം വലിയുള്ളായി ചെന്നിട്ട് അതിൽ ഒന്നാണെന്നോ ഈ മയ്യത്തിനെ ഈ കൊട കൊണ്ട് ഇങ്ങനെ കുത്തിക്കൊണ്ട് എഴുന്നേൽക്കുവാന് ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി. ഒന്ന് പോടോ. 3 പ്രാവശ്യം പറഞ്ഞപ്പോഴേക്കും അയാൾ എഴുന്നേറ്റിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാണ്. മുസ്ലിയാര് ജീവിതത്തിൽ അവസാനമായി ഹറമിലെത്തി എല്ലാതെ തിക്കും തിരക്കുമുള്ള സന്ദർഭമാണ് ഇത്. ഹറമിൽ എന്റെ എത്തൽ ഒരു പക്ഷെ അവസാനത്തെ എത്തലാണ്. ഹജറുൽ അസ്വദിനെ ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും കഴിഞ്ഞാൽ എന്ന് ബോധി വെച്ചു നോക്കി, കഴിഞ്ഞില്ല. അപ്പം മുസ്ലിയാർ പറയാണ്, ഷെയ്ഖുന എന്ന് വിളിച്ചു നോക്കാം. മുസ്ലിയാർ ഷെയ്ഖുനാന്റെ പേരിൽ 11 ഫാത്തിഹ ഓതി. മുട്ടുവിൻ തുറക്കപ്പെടും, തോണ്ടുവിൻ പിടിക്കപ്പെടുന്നല്ലേ. പെട്ടെന്ന് ഏതോ ഒരാള് പോലീസുകാരുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരാൾ എന്നാണ് ഇത് ഷെയ്ഖുനല്ല. വേറെ കാര്യം അങ്ങോട്ട് വിളിപ്പിച്ചു. ഓർമ്മ ശരിയാണെങ്കിൽ 10 മിനിറ്റോളം സമയം ഹജറുൽ അസ്വദിന്റെ മുകളിൽ ഇങ്ങനെ മുഖം കുത്തി നിന്നുമ്പോ ചുംബിച്ചു കൊണ്ട് നിന്നു. ഞങ്ങളുടെ ഉസ്താദ് കല്യാണം കഴിച്ച് 16 കൊല്ലത്തോളമായി ഒരു കുഞ്ഞിനെ അള്ളാഹു തആല കൊടുത്തില്ല.
നേരെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഹദറത്തിലേക്കാണ് വന്നത്. തപശക്തി കൊണ്ട് ഈ 14 ലോകങ്ങളും തന്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടിയ ആളാണല്ലോ. വിഷയം അങ്ങ് പറഞ്ഞതും കുട്ടികൾ ഉണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? നിങ്ങൾക്ക് 2 മക്കളുണ്ടാവും. ശൈഖുനാക്ക് 2 കുട്ടികളുണ്ടായി. പിന്നെ മക്കൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. 2 മക്കൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു അമ്പംകുന്നത്ത് ബീരാനൊലിയപ്പാപ്പ എന്നൊരു മനുഷ്യൻ. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറങ്ങിയോ? ആ മനുഷ്യന്റെ അടുത്ത് ഒരു മണ്ണാത്തി പെണ്ണ് ചെന്നിട്ട് പറഞ്ഞു, ആകെ വ്രണമായിരുന്നു, രോഗം മാറണം. മുസ്ലിമാവോന്ന് ചോദിച്ചു. മുസ്ലിമാവും എന്നാ രോഗം മാറും. രോഗം ഉണ്ടാവില്ല, പോയിക്കോന്നോ. രോഗം പോയി, പെണ്ണ് മുസ്ലിമായി. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. ജൂൺ ജൂലൈ മാസം മഴ തിമിർത്ത് പെയ്യുന്ന കാലം. മഹാൻ കാരത്തൊടുവിൽ മുഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലുണ്ട്. ആഗമനമറിഞ്ഞ് മുറ്റം ജനനിബിഡമാകും. മഴ പലപ്പോഴും ബുദ്ധിമുട്ടാകും. അപ്പോൾ ചോദിക്കും, ഇന്ന് മഴ വേണോ? അപ്പൊ ആളുകൾ പറയും, ഇന്ന് ആളുകൾക്ക് പ്രയാസമുണ്ട്. ശൈഖുനായുടെ വാക്ക്, ഇന്ന് മഴ വേണ്ട. അതല്ലേ അധികാരം, അതല്ലേ അധികാര പദവി. ഞാൻ ആരോ ഏട്ടാ? വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർച്ചയാക്കാൻ പറ്റുന്ന ചില മക്കാമുകളെ പരിചയപ്പെടുത്താം. നമ്മളുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ കൊണ്ടുവരാൻ ആകർഷിക്കണം. നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇവിടെ പരസ്യം ചെയ്യണം. കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് കൊല്ലൂർ വില കുച്ചിതങ്ങൾ ഉപ്പാപ്പയുടെ ഹദറത്തിലേക്ക് വാഴക്കുല നേർച്ചയാക്കിയാൽ നിങ്ങൾ എന്ത് വിഷയമാണോ മനസ്സിൽ കരുതിയത് അത് നടന്നു കിട്ടുന്നതാണ്. കിട്ടും. ഏങ്ങര കോയപ്പാപ്പയുടെ മക്കാമിലേക്ക് പഞ്ചസാര, പഴം, കോഴിമുട്ട എന്നിവ നേർച്ചയാക്കാവുന്നതാണ്. വിഴിഞ്ഞം തുറമുഖത്തിനടുത്ത് മൊഹിയുദ്ദീൻ പള്ളിക്ക് സമീപമായി സ്ഥിതി ചെയ്യുന്ന വറുത്ത അരി ഉപ്പാപ്പ എന്ന മക്കാമിലേക്ക് വറുത്ത അരി കൊണ്ട് ഉള്ള പല വിഭവങ്ങൾ നമുക്ക് നേർച്ചയാക്കാവുന്നതാണ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. കൊല്ലം ഏരൂർ അടുപ്പുപാറ മസൂദ് വലിയ മഹദറയിലേക്ക് അരിപ്പത്രിയും കോഴിയിറച്ചിയും നേർച്ചയാക്കിയാൽ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ കഥ. ഈ കഥ പറയാൻ അവസരം ഉണ്ടാക്കുന്ന സാറിനും കുടുംബാംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.